ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വന്ന പാഴ്സലെല്ലാം കൂടി തുറന്ന് കാണിച്ചേക്കാം എന്ന്. ഇത് രണ്ടും കാണാൻ നല്ല ഭംഗിയില്ലേ? രണ്ട് വെൽവെറ്റ് ബോക്സസ് ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. വളയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ആണ് ഇത്. ഒന്നിന് 600 രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് ഞാൻ മേടിച്ചത്. ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലൊരു വലിയ സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ 2 ബോക്സ് ഉണ്ട്, മൊത്തം 3 പെട്ടി SF ഉള്ളൂ. കുറേ വളയുണ്ടായിരുന്നതൊക്കെ ഞാൻ ആ സ്റ്റാൻഡിലിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിന് മുൻപും കാണിച്ചു തന്നിട്ടുണ്ട്. സി, ഇപ്പം ഇങ്ങനെ കുലിക്കാനൊന്നും തന്നെ തുറന്നു പോകത്തൊന്നുമില്ല. ഇതാണ് എൻ്റെ ഈ വളയൊക്കെ. ഞാൻ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ വാങ്ങിച്ചു കൂട്ടുന്നതാണ്. എനിക്ക് നല്ല വീക്ക്നെസ് ആണ് വളകൾ എന്ന് പറയുന്നത്. ഇപ്പം എപ്പോഴും ഇട്ടില്ലെങ്കിലും സൂക്ഷിച്ച് വെക്കുന്നതിൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ വളയിട്ട് നടക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. സി, ഇപ്പം ഞാൻ ടി നഗറും അതുപോലെ തന്നെ എവിടെ മുംബൈ കൊലാബ കോസ്വേയിലും ജൻപത് നഗറിലും ഒക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു സെറ്റ് ശില്പേൻ്റെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഞാനിങ്ങനെ എടുത്തെടുത്ത് വാങ്ങിച്ചു. അതിന് ഏകദേശം ഒരു 12,000 രൂപ ആയിട്ടുണ്ട്. അതാണ് ഞാൻ ഇതുവരെ കളക്ട് ചെയ്തതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള വള. And this is another dress. Beautiful. See the color, how beautiful it is. ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഞാൻ ഇട്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നതല്ല ഇത്. പക്ഷേ ഇതാരാണ് അയച്ചത് എന്ന് ഓക്കെ ആഡലിൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജാണ് അയച്ചിട്ടുള്ളത്. ഞാനത് അപ്പോൾ റീലായിട്ടിട്ട് കാണിക്കാം. ദാറ്റ് വൺ വാസ് സോ ഗുഡ്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് സിംഗിൾ റീലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Another one. My God. ഇതിൽ ഫ്രം അഡ്രസ് ഇല്ല, പക്ഷെ ഇതാരോ കൊളാബ് അയച്ചിട്ടുള്ളതാണ്. എനിക്ക് എപ്പോഴും പറ്റാറുള്ളൊരു പ്രശ്നം കൂടിയാണിത്. ഞാൻ ഇതിനു മുൻപ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ട്സ് അയക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പേജിൻ്റെ പേരും കൂടി ഒന്ന് ഫ്രം അഡ്രസ് എങ്കിലും വെച്ചാൽ നന്നായിരിക്കും. സംഭവം നല്ല രസമുള്ള ഒരു സ്യൂട്ട് സെറ്റാണ്, ഒരു ചുരിദാറാണ്. ഇതിലും പേരില്ല ചെങ്ങായി. ഇത് ഞാൻ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 2 ടോപ്സ് ആണ്. സത്യം പറഞ്ഞ ഈ ചുരിദാറ് സാരിയൊക്കെ കൊടുത്ത് ഞാൻ അതിൽ നിന്നൊരു ഷിഫ്റ്റ് ആഗ്രഹിച്ച് കുറച്ച് നാളത്തേക്ക് ഇനി ജീൻസ് ടോപ്പ് കാര്യങ്ങളൊക്കെ പിടിക്കാം എന്ന് ഞാൻ കരുതി. സി, ഇതൊരു ചെറിയൊരു ക്രോപ്പ് ടോപ്പാണ്. ഇതേ മോഡലിൽ ഇങ്ങനെ ടൈ ചെയ്യാൻ പറ്റുന്ന. അപ്പം ഞാൻ എപ്പോഴെങ്കിലും ഇൻസ്റ്റഗ്രാമിലിട്ട് സ്റ്റോറി ഇടുന്നതാണ്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് സെയിം, ഐ തിങ്ക് ജസ്റ്റ് കളർ ചേഞ്ച് തന്നെ. ഒരു കളർ ചേഞ്ച് അല്ല, അനദർ ക്രോപ്പ് ടോപ്പ്. ഇതാണ് ഫ്രണ്ട് എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ പഴയ നമ്മുടെ അർബാനിക് ബൈ സവാന ബൈ അർബാനിക് ആ ഒരു പേജിൽ നമുക്ക് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ടോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, എന്തിനാണെന്ന് അറിയില്ല. കാര്യം പറഞ്ഞാൽ നല്ല വെയിലൊക്കെയാണ്, അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. എങ്ങനെ തുറക്കണേ? അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നല്ല, ഞാൻ തന്നെയാണ് ഓർഡർ ചെയ്തത്. അതുകൊണ്ടൊക്കെ തന്നെ ഞാനൊരു തൊപ്പി കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെച്ച് എവിടെയെങ്കിലും പോകാനൊരു അവസരം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ ഓർഡർ ചെയ്തതിൽ കുറച്ച് ഹെവി ആയിട്ട്, അതും അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ടീറ ബ്യൂട്ടിയിൽ നിന്നാണ്. കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ലെറ്റ്സ് സീ.